കഴിഞ്ഞ കൊല്ലം കുരുതിയും വിളക്കും നടന്നതിന്റെ 3-ാം ദിവസാ ഉണ്ണിയുടെ ഭാര്യ മരിക്കണത്. കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം തികണേ ഉണ്ടായുള്ളൂ. നല്ല സ്ത്രീത്വമുള്ള കുട്ടിയായിരുന്നിട്ടോ. വിധിയില്ല. 8 ചൊവ്വയായിരുന്നു ആ കുട്ടിക്ക്. വൈധവ്യ വിധി. ഇതാ പറയണത്. ഈ ജാതകപ്പുരത്ത് എന്ന് പറയുന്നതൊക്കെ സത്യ. അതെ, ഒരു കണക്കിന് അപ്പുട്ടനാരുടെ ഭാഗ്യാട്ടോ. വന്നു കയറിയ പെണ്ണിന്റെ ദോഷം കൊണ്ട് സ്വന്തം മകൻ മരിക്കേണ്ടി വന്നില്ലല്ലോ. അതുവ. എന്താ നിന്നുപോയത്? വെള്ളം ഉണ്ടോ ഒത്തിരി കിട്ടാൻ? ഈ വെളുപ്പാങ്കാലത്തോ? ദാഹിച്ച കുടിക്കണ്ടേ? ഇത്തിരി നടന്ന പഞ്ചായത്ത് കിണറുണ്ട്, കോരി കുടിച്ചാട്ടെ. അതിപ്പോ ഇഷ്ടമുള്ള കിണറ്റിന്ന് കോരി കുടിച്ചാലല്ലേ ദാഹം മാറൂ. ഞാനങ്ങ് വരട്ടെ. ചെണ്ടേ, നേരെ ഒന്ന് വെളുത്തോട്ടടാ. കൂട്ടുകാര് കടവത്ത് നോക്കി നിൽക്കുന്നുണ്ട്. ഉള്ള നേരത്തെ കര പറ്റാൻ നോക്ക്. അതെ, രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് ചെണ്ടപ്പുറത്ത് വീക്കിയ കാശ കൊണ്ടുപോയി അരി മേടിക്കട്ടെ സരസു. എന്റെ കുഞ്ഞിരാമേട്ടാ, ഞാൻ എന്താ അയാളെ പിടിച്ചു പറിച്ചോ? നിന്റെ ഈ ചിരി മതിയല്ലോ. പലചരക്ക് കച്ചവടക്കാരൻ മാത്തച്ഛൻ ഇപ്പൊ ഇരുന്ന് ഈച്ചയാട്ടുക. അയാളുടെ കച്ചവടം പൊളിപ്പിച്ചതേ നിന്റെ ഈ ചിരിയാ. ഞാൻ കക്കാനും ഓടിക്കാനൊന്നും പോണില്ലല്ലോ. നിങ്ങളെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഗുരുവായൂരിന്ന് കട്ടുമുടിച്ച് രാമനൻ തടിതപ്പിയ കഥ ഇവിടെ പാട്ടാ. തൃശ്ശൂരും മേക്കാട്ടുമനയ്ക്കലെ ആനയുടെ കൊമ്പ് മുറിച്ച് വിറ്റ കഥയും ഇവിടെ എല്ലാവർക്കും അറിയാം. തെളിവുണ്ടാ? തെളിവ് തരാൻ ഞാനെന്താ പോലീസാ? ഇപ്പൊ ആനയില്ലാണ്ട് തോട്ടിയും പടിയും കശത്ത് വെച്ചുള്ള നടപ്പ് തന്നെ തെളിവല്ലേ? അത് ഞാൻ സഹിച്ചു. നീ നോക്കിക്കോ. പുത്തമ്പുരക്കൽ അപ്പുട്ടനായർ വാങ്ങണ ആനയും കൊണ്ട് ഞാൻ ഈ വഴി വരും. അപ്പൊ ഒരു ആനവാലും താന്ന് പറഞ്ഞ നീ വാ. ഇയ്യ, അപ്പുട്ടനാര് ആനയെ വാങ്ങും, കുഴിയാനയായിരിക്കും. അത് നിന്റെ തന്ത. അതീന്ദ്രിയം സുഖമനന്തമാദ്യം ധ്യായേത് പരാനന്ദമയം മഹേശം. അപ്പൂട്ടനാരിനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. പാപഗ്രഹങ്ങളെല്ലാം ഒഴിയ. ലഗ്നത്തിൽ 9-ാം ഇടത്ത് വ്യാഴനാണ്. പിതൃരാതി ഗുരുജനങ്ങളുടെയും ഈശ്വരന്മാരുടെയും കടാക്ഷം നന്നായുണ്ട്. ആ, ഇന്നലെ ഗുരുതിയുടെ നേരെ ആയപ്പോ എനിക്ക് ആകെ ഒരു വിറയലങ്ങട്ട് വന്നു. ഉടനെ ഞാൻ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചു, അമ്മേ പരീക്ഷിക്കരുതേ, കാലിലാണ് ഉള്ളതാണ് എന്ന്. അത് കേട്ടു. ഇല്ലെങ്കിൽ ഞാൻ തുള്ളിയനെ ഉറപ്പാ. സത്യം പല്ല് ചിലച്ചത് കേട്ടില്ലേ? ശ്യാമളോടുകൂടി പഞ്ചമദോഷം കഴിഞ്ഞൂലോ അല്ലേ? സംശയമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ളൊന്നും തെറ്റിട്ടില്ല. ഓ, അപ്പൂട്ടനാരുടെ അമ്മ പഞ്ചമത്തിൽ മരിക്കുമെന്ന് ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുള്ളതാ അല്ലേ? അമ്മണി അമ്മ പഞ്ചമത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. പിന്നെ 5 കൊല്ലത്തിനുള്ളിൽ 5 മരണം നടക്കും എന്നുള്ളത് ഉറപ്പാ. നടന്നില്ലേ? ആദ്യം അപ്പൂട്ടനാരുടെ മൂത്ത മോൻ. ഒരസുഖവും ഇല്ലായിരുന്നു, പൊടുന്നനെയുള്ള മരണം. ശേഖരൻകുട്ടി പോയതോടെ എന്റെ ചെറുകൊടിഞ്ഞു. കർമ്മഫലം അനുഭവിക്കാണ്ടേ പറ്റുമോ? അപ്പോ അതൊന്ന്. 2 പശുക്കൾ, 1 നായ, 4 ആയോ? പിന്നെ ഉണ്ണിയുടെ ഭാര്യ. ആ കുട്ടിയോടുകൂടി 5 തികഞ്ഞു. പ്രതിവിധികൾ വേണ്ട പോലെ ചെയ്തതുകൊണ്ട് 3 എണ്ണം 4 കാലുകളിൽ ഒതുങ്ങി. അല്ലെങ്കിലോ? ഇനിയും നോക്കാനില്ലല്ലോ? ഇല്ല. മഹാദേവ, അപ്പൊ പറഞ്ഞ പോലൊക്കെ ചെയ്യാ. ശിവന്റെ അമ്പലത്തിലെ ഒരു 100 ഇളനീര് അഭിഷേകം നടത്തുക. തൊഴുത്തിന്റെ സ്ഥാനം ഒന്ന് മാറ്റുക. 4 കാലികൾ വാഴുമെന്ന് അറിയണമല്ലോ. ആ, പിന്നെ ആനയെ വാങ്ങിക്കാനൊക്കെ വരട്ടെ. ഇപ്പൊ എന്താ അതിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞു പണിക്കരെ, ഇപ്പൊ അതിനുള്ള സ്ഥിതി ഉണ്ടോ? അത് ഒരാശയാ. കൊച്ചുകോന്നിനെ തളച്ച പാട് തെക്കോർത്തെ പുള്ളിയുടെ തടിമൽ ഇപ്പോഴുണ്ട്. 4 വഴിക്കായെങ്കിലും പുത്തമ്പുരക്കാരും ക്ഷയിച്ചിട്ടില്ല. എല്ലാരും കൂടെ വിചാരിച്ച ഒരാനയെ വാങ്ങി ഇപ്പോഴും തൊടിയിൽ തളയ്ക്കാം. അത് പുത്തമ്പുരക്കാർക്കൊരു അന്തസ്സാ എന്നെല്ലാവർക്കും തോന്നണ്ടേ? ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ സ്ഥിരമാക്കിയവർക്ക് ഇവിടെ ഈ കാട്ടുമുക്കിൽ ഒരു ആനയെ വാങ്ങി കെട്ടിട്ട് എന്തിനാ? ഇതൊക്കെ ആ കുഞ്ഞിരാമൻ ഉണ്ടാക്കി വെക്കണ കാര്യങ്ങളാ. കള്ളൻ നിന്നിടത്തൊക്കെ കട്ടുമുടിച്ചു. ഇനി ആനപ്പണി ആരും കൊടുക്കില്ല. അപ്പുട്ട നേരത്തെ ആനക്കാര്യം പറഞ്ഞ് കൂടിയിരിക്കുകയാണ് ആക്കി തിന്നാൻ. ഇവിടുത്തേക്ക് അയാളെ വിശ്വാസമാ.
ഒരാനവാലി വരുമോ? ആനകള പോടെ പട്ടി അവിടുന്ന് അവലുകൊള്ളൂ. വെറുതെ അല്ലടാ നിന്റെ അമ്മായിക്ക് എൻറ്റിച്ചാടി ചത്തത്. ഒരെണ്ണം മതി. എന്നാ എന്നാ വേണ അയ്യോ വേണ്ടേ? അത് വേണ്ട. ആ ഒരു വല്ലാത്ത വാലാണ്. തങ്കപ്പ ഒരു ചായ. നാട്ടിനും വീട്ടിനും വേണ്ടാത്ത കുറെ പിശാശുക്കളുണ്ട് ഇവിടെ. എന്തോരം ആൾക്കാർ തൃശ്ശൂർ പൂരം കാണാൻ പോണു, വെടിക്കെട്ട് അപകടത്തിൽ ചാവണു. യോഗം വേണ്ടേ? ഇവനൊക്കെ ആനയെ കൊണ്ട് വേണം ചവിട്ടിക്കാൻ. തനിക്ക് ആരോടാ എത്ര അരിശം? കുറെ കവലനരങ്ങികളില്ലേ ഇവിടെ. അവർക്ക് എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്. ഞാൻ എന്താ അവരുടെ കളിക്കുട്ടിയാ? എടോ നായരെ, ആനയില്ലാണ്ട് താൻ എന്തിനാ ഈ തോട്ടിയും വടിയും കൊണ്ട് നടക്കണേ? എനിക്ക് മനസ്സുണ്ടായിട്ട്. നിങ്ങൾ എന്തിനാ പാനിയും പോക്കറ്റിട്ട് നടക്കണേ? ഞാൻ ക്ലർക്കാ, മനസ്സിലായോ? പേന കൊണ്ട് പണിയെടുക്കുന്നവൻ. ആ എന്റെ പണിയായതാ ഇത്. അല്ലാണ്ട് ആനക്കാരൻ കൈക്കോട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റോടോ? അതെ അപ്പുക്കുട്ടൻ നായരെ, ആനയെ വാങ്ങോ? എന്താ സംശയം? വാങ്ങും. പുത്തമ്പുരക്കാർക്ക് അതിനുള്ള കഴിവില്ലേ? അങ്ങേരുടെ മരുമക്കളും ബന്ധുക്കളും വെറുതെ സിസർ വലിച്ചു കളയണ കാശുണ്ടെങ്കിൽ മാസാമാസം ഓരോ ആനേനെ വാങ്ങാം. എന്നിട്ട് എന്തേ വാങ്ങാത്തെ? അത് ചിലര് വെറുതെ ഇടങ്കോലിട്ടാ. അതെനിക്കറിയാം, അസൂയ. ഡോ, ഇയാളോട് ഞാൻ ഉള്ളത് പറയട്ടെ. എനിക്ക് ഗുണമുള്ള കാര്യ. അതെ, ഒന്ന് മാറിന്നേ. ഈശ്വരന്റെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പുഷ്പത്തിന്റെ പേര് പറയൂ. മുരുക്കും പൂവ്. മുരുക്കും പൂവ്. രക്തവർണം, മേനിമുള്ള ദുർഗന്ധം. തനിക്ക് ആന വാഴില്ല, ആന പിണ്ടം വാഴും. താൻ കാര്യം നോക്കടോ. എന്റെ ആനയ്ക്ക് മതം പൊട്ടിന്ന് കേട്ടിട്ടുണ്ട്. ആന പാപ്പാനെ മതം പൊട്ടി കാണുന്നത് ആദ്യമായിട്ടാ. താനിത് എവിടെ പോയി ഇറങ്ങുക? അങ്ങനെ ചോദിച്ചാ ഈ വടിയും തോട്ടിയും കക്ഷത്തിൽ വെച്ച് എത്ര നേരം വെച്ചാ കുത്തിരിക്കുക? അതാ പറയണ മേലിറങ്ങി എന്തെങ്കിലും ചെയ്യാൻ. ആനയെ മാത്രമേ നോക്കുള്ളൂ എന്ന് വെച്ചാൽ കഷ്ട. ആനക്കാരെ ആനയല്ലാണ്ട് പന്നി നോക്കാൻ പറ്റുമോ? ഇതേ ആനയെ വാങ്ങാന്ന് പറയല്ലാണ്ട് വാങ്ങണ ഒട്ടും കാണൂല. അല്ല എന്താ വിചാരിച്ചിരിക്കുന്നത്? വാങ്ങാം. എന്ന് ഒരാന ഉണ്ടെങ്കിൽ എന്താ വരുമാനം എന്നാ കരുതിയേ? തടി പിടിക്കാൻ പോയാ ചില്ലറ കാശാ. പിന്നെ അമ്പലത്തില് ഉത്സവങ്ങള്, ശീവേലിക്ക് ആനകൾ നിരക്കുമ്പോ ആളുകൾ ചോദിക്കും ആ കോലം മേറ്റിരിക്കുന്ന ആന ആരുടെയാന്ന്. കുഞ്ഞിരാമന്റെ എന്നല്ല പറയാ, പുത്തമ്പരക്കിലെ അപ്പൂട്ടൻ നായരുടെന്നാ. മോശാതാ. ദേ കുത്തിത്തിരിപ്പുകാര് പലരും ഉണ്ടാവും. അത് അസൂയ എന്നോടും ഇവിടത്തോടും. നമുക്ക് ആലോചിച്ച് ചെയ്യാം. ആലോചന തുടങ്ങിയിട്ട് കൊല്ലൊന്നു കഴിഞ്ഞു. എന്നെ ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് വിളിക്കാനിട്ടല്ല, ഗുരുവായൂരിന്ന് വീണ്ടും ആളെ പറഞ്ഞയച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. പുത്തമ്പുരക്കിലെ അപ്പുട്ടനാരുടെ ആനയും കൊണ്ട് ഈ നാട്ടിൽ നടക്കണമെന്ന് എന്റെ ഒരു വാശിയാ. എന്തേ? എന്തിനും അതിൻ്റെതായ സമയവും കാലമുണ്ട് ഇല്ലേ? അതോ അധികം വൈകാണ്ട് വാങ്ങാം. താൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ആ കുട്ടപ്പനാശാരിയോട് വരാൻ പറയുക. തൊഴുത്ത് വടക്ക് ഭാഗത്തേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു പണിക്കര്. 2 നല്ല പശുക്കളെയും നോക്കണം. തൊഴുത്തിന്റെ സ്ഥാനം മാറ്റിയ നാൽക്കാലികൾ വാഴൂന്നാ പറഞ്ഞേ. പിന്നെ കുഞ്ഞിരാമന് കുട്ടിയിരുന്ന് മുഷിയേം വേണ്ട. അവറ്റുങ്ങളെ തീറ്റയും കുളിപ്പിക്കുകയും ഒക്കെ ആവാലോ. ഞാനോ? പശുക്കളെ നോക്ക്, ഒരാനക്കാരനാ ഞാൻ. ജാനകമ്മ ഈ പറഞ്ഞത് കേട്ടുവോ? കേട്ടു. ആനയില്ലാത്തടത്ത് എന്തിനാ ആനക്കാരൻ? ആനയെ നോക്കണമെങ്കിൽ ആനയുള്ളിടത്ത് പോവാ, അല്ലാണ്ട് തൊഴുത്തുപ്പ് എങ്ങടാ മാറ്റണെന്ന് പറഞ്ഞേ? ഒന്ന് നോക്കട്ടെ ഞാൻ. താനിത് എങ്ങടാ? ഇങ്ങടല്ലല്ലോ, ഇങ്ങടാ. എന്തെങ്കിലും വഴി തരുന്നേ? അതെ, ഒന്ന് വേഗം ക്യാഷ് കിട്ടിയ ഉപകാരമായി. സേവിങ്സ് ബാങ്കിൽ എടുത്തിട്ട് സാറ് പറഞ്ഞു. സേവിങ്സ് ബാങ്ക്. സോറി,
കഴിഞ്ഞില്ല, ഇപ്പൊ തരാന്ന് പറയൂട്ടോ. അതെ, കണ്ണും മനസ്സും വേറെ എല്ലായിടത്തായാൽ കണക്ക് തെറ്റ് കേട്ടോ. അറിഞ്ഞില്ലേ പുതിയ സ്കീം? ഹൗസിംഗ് ലോൺ കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുത്തിരിക്കാൻ നേരം കിട്ടില്ല. എങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്കെന്നെ അറിയില്ല. ഒരു ശാരദ അറിയോ തൃശ്ശൂർ ബ്രാഞ്ചിലെ? അറിയും. എന്തേ? അല്ല, ഇന്നാൾ അവരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ പറഞ്ഞു അവിടെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ വെച്ചായിരുന്നു വിവാഹം അല്ലേ? ശാരദേച്ചി ഒരു സാക്ഷിയെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞു. ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നല്ലേ? കോളേജിൽ വെച്ച പരിചയം അതോ പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടോ? ഞാൻ പോട്ടെ. അയ്യോ, വിഷമമായോ ചോദിച്ചത്? സോറി കേട്ടോ. ബാങ്കിൽ നിന്ന് ഇറങ്ങിയാ നിനക്ക് വീട്ടിൽ വന്നൂടെ? എന്തിനാ അവിടെ എവിടെയൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കണേ? അമ്മ ആകെ പരിഭ്രമിച്ചിരിക്കുക. മോനെ, ഒക്കെ വിധിയാ. നമ്മൾ സഹിക്കാണ്ട് പറ്റുമോ? എന്തെല്ലാം കണ്ടവനാടാ ഞാൻ. ബാ. മോനെ, അവിടെ വെച്ചേക്കൂ. പച്ച അവിടെ ഇരിക്കും. കുടിച്ച് ഗ്ലാസ് ഇങ്ങിതാ. അമ്മ അവിടെ വെച്ചേക്കൂ, ഞാൻ കുടിച്ചോളാം. അമ്മ ഒരു കാര്യം പറഞ്ഞ മോൻ ദേഷ്യപ്പെടുവോ? ശാരത്തെ സുജാതയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ നീയെ? നമ്മുടെ കേശവൻ നായരുടെ മോള് ഇപ്പൊ വലിയ പെണ്ണായി. ഭാര്യത്തെ തങ്കക്കുട്ടിയുടെ കല്യാണത്തിന് പോയപ്പോഴാ അമ്മ കണ്ടത്. സുന്ദരിയാ, നല്ല സമ്പ്രദായം. പാലക്കാട്ട് കോളേജിലാ പഠിക്കുക. അച്ഛൻ അത്രടം വരെ ഒന്ന് പോണമെന്നും പറഞ്ഞിരിക്കുക. എന്തിനാന്ന് അറിഞ്ഞുകൂടെ നിനക്ക്? വയ്യെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാന്നാ വിചാരിച്ചിരിക്കണേ? ഞങ്ങൾക്കും ചില മോഹങ്ങളൊക്കെ ഉണ്ട്. കഴിയണില്ലമ്മേ, ഒന്നും മറക്കാൻ കഴിയണില്ല. ശ്യാമയുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി വേണ്ട. ആ ഓർമ്മകൾ മതി, അത് തന്നെ ധാരാള.